ക്ലാസ് മുറിയിൽ പെൻസിൽ പിടിക്കാൻ മടി കാണിച്ചിരുന്ന 6 വയസ്സുകാരനെ ശകാരിച്ച അധ്യാപിക അറിഞ്ഞിരുന്നില്ല അത് അവന്റെ ജീവിതം താറുമാറാക്കിയ രോഗത്തിന്റെ ലക്ഷണമാണെന്ന്. പൂനെയിൽ ഏറെ ആശങ്ക പടർത്തിയ ഗില്ലെയിൻ ബാരെ സിൻഡ്രോമിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നായിരുന്നു മസിലിലെ ബലക്ഷയം. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ താറുമാറായതിനു പിന്നാലെ ദിവസങ്ങൾക്കുള്ളിലാണ് കാലുകളും കൈകാലുകളും അനക്കാനാവാതെ 6 വയസ്സുകാരൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിയത്. ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ സാധിക്കാതെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞിരിക്കുകയാണ് 6 വയസ്സുകാരൻ. ചെറിയ രീതിയിൽ പുരോഗതി കാണിക്കുന്നതായാണ് അധ്യാപിക ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനുവരി ആദ്യവാരത്തിൽ പൂനെയിൽ ഏറെ ആശങ്ക പരത്തി വ്യാപകമാകുന്ന ഗില്ലെയിൻ ബാരെ സിൻഡ്രോം സാധാരണക്കാരുടെ ജീവിതം താറുമാറാക്കുന്നത് എങ്ങനെയാണെന്ന് BBC-യുടെ പ്രത്യേക റിപ്പോർട്ട്. 160 കേസുകളാണ് ഇതിനോടകം പൂനെയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ ID ഹബ്ബായ നഗരത്തിലാണ് ഗുരുതര രോഗം പടർന്നു പിടിക്കുന്നത്. ഇതിനോടകം 5 പേരാണ് രോഗബാധിതരായി മരിച്ചത്. 48 രോഗികൾ ICUയിലും 21 പേർ വെന്റിലേറ്ററിലുമാണ് കഴിയുന്നത്. 38 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടിട്ടുണ്ട്. കൈ കാൽ വിരലുകളിലെ ചെറിയ രീതിയിലുള്ള മരവിപ്പാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണം. ഇത് വൈകാതെ തന്നെ പേശികൾക്ക് ബലക്ഷയവും സന്ധികൾക്ക് അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും എത്തും. 2 മുതൽ 4 ആഴ്ചകൾക്കുള്ളിൽ കാലുകളും കൈകളും അനക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തും. ലഭിക്കുന്ന ആശുപത്രി ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ് രോഗമുക്തിയേറെ ആശ്രയിക്കുന്നത്. 13% മുതലാണ് മോർട്ടാലിറ്റി റേറ്റ്. ശുചിത്വം ഏറെയുള്ള രോഗങ്ങളിൽ വളരെ അപൂർവമായാണ് ഗില്ലെയിൻ ബാരെ സിൻഡ്രോം കണ്ടിട്ടുള്ളത്. വാക്സിൻ എടുത്തവരിലും രോഗസാധ്യതയുണ്ടെന്നത് ഈ ബാക്ടീരിയ ബാധിതയുടെ അപകടം. പനി, ചുമ, മൂക്കൊലിപ്പ്, വയറുവേദന, ഒഴിച്ചിൽ അടക്കമുള്ളവയാണ് രോഗലക്ഷണം. പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നതും കൃത്യമായ രീതിയിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാല്, പാലുൽപ്പന്നങ്ങൾ, വൃത്തിയില്ലാത്ത കുടിവെള്ളം എന്നിവയിലൂടെയും രോഗം പടരുന്നതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശദമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.